നമസ്കാരം. വേദാന്ത വൈബ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ 2025 ശാരദീയ നവരാത്രി എന്ന് പറയുന്നത് സെപ്റ്റംബർ 22 തൊട്ടിട്ട് ഒക്ടോബർ 1 വരെയാണുള്ളത്. ഈ ദിവസങ്ങളിൽ ദുർഗാദേവിയെ നമ്മൾ പ്രകീർത്തിക്കുകയും ദേവിക്ക് വേണ്ടുന്ന പ്രത്യേകതരം പൂജകളും വഴിപാടുകളും നടത്തുന്നതാണ്. ഈ ഒരു സമയത്തിൻ്റെ ഐതിഹ്യം എന്ന് പറയുന്നത് മഹിഷാസുരനെ വധിക്കുന്ന ദേവി അവതരിച്ച് മഹിഷാസുരനെ വധിക്കുന്നതാണ് ഈ ഒരു സമയത്തിൻ്റെ ഒരു സിംബലൈസേഷൻ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ദിവസം തൊട്ടിട്ട് വളരെ പ്യുവറായിട്ടുള്ള മാതാവിൻ്റെ ഭാവമായ ശൈലപുത്രി തൊട്ടിട്ട് അവസാന ദിവസം ഉള്ള വളരെ എന്താ പറയുന്നത് ഫിയേഴ്സ് ആയിട്ടുള്ള ഉഗ്രരൂപിയായിട്ടുള്ള കാളരാത്രി വരെയുള്ള ദിവസങ്ങളാണ് നമ്മൾ ഈ നവരാത്രിയായിട്ട് ആഘോഷിക്കുന്നത്. 10ാമത്തെ ദിവസമാണ് ദസറ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വിജയദശമി എന്ന് പറയുന്നത്. ഈ നവരാത്രിയിലെ ഓരോ ദിവസവും ദേവിയുടെ ഓരോ ഭാവങ്ങളെയും അതിൻ്റേതായ സവിശേഷതരം പൂജാവിധികളുമാണ് ചെയ്യേണ്ടത്. ആ ഒരു രീതികളെക്കുറിച്ച് ഉള്ളൊരു വീഡിയോ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. നവരാത്രി തുടങ്ങുന്നതിന് മുന്നായിട്ട്, അതായത് നവരാത്രി തുടങ്ങുന്നത് സെപ്റ്റംബർ 22 അപ്പോൾ 21 നമ്മളുടെ വീടൊക്കെ ശുദ്ധീകരിക്കേണ്ടതായിട്ടുണ്ട്. പൂജാമുറിയും വളരെ വൃത്തിയായിട്ട് തൂത്ത് തുടച്ച് അത് കഴിഞ്ഞിട്ട് നമ്മൾ പുണ്യാഹം തളിക്കുക എന്ന് പറയത്തില്ലേ, അതിനായിട്ട് ഒരു കുമ്പയിൽ കുറച്ച് വെള്ളം വെച്ച് കുറച്ച് തുളസിയിലയിട്ട് ദർഭപ്പുല്ലുണ്ടെങ്കിൽ ദർഭപ്പുല്ലും ഇട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ വലത് കൈ വെച്ച് അതിനെ ആ കുംഭയുടെ വാഭാഗം അടച്ചു പിടിച്ചുകൊണ്ട് തന്നെ മനസ്സിൽ സങ്കല്പിക്കുക. ഇത് ഗംഗാജലമാണെന്നും ഗംഗാദേവിയുടെ അനുഗ്രഹം ഈ ഒരു വെള്ളത്തിലുണ്ടെന്നും നിങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക. അതിനുശേഷം ആ വെള്ളം ക്ലീൻ ചെയ്ത വീട്ടിൽ പൂജാമുറിയിൽ എല്ലാം നിങ്ങൾക്ക് തളിക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് നമുക്ക് അത്യാവശ്യം ചെയ്യേണ്ട ഒന്നാണ് കലശം സ്ഥാപിക്കുക എന്നുള്ളത്. കലശത്തിനായിട്ട് ഒരു കുംഭ, അത് ചെമ്പോ അതല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീലിൻ്റെ ആയാലും മതി, മണ്ണിൻ്റെ ആയാലും ഒരു കുംഭ വേണം. അതേപോലെ തന്നെ 5 മാവിൻ്റെ ഇല, അത് മാവില 5 വേണം, ചുവന്ന പട്ട് വേണം, ഒരു തേങ്ങ വേണം. ഇതിന് മുന്നായിട്ട് ഈ 9 ദിവസങ്ങളിലും പൂജയ്ക്ക് എന്തൊക്കെ വേണമോ അതൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ച് വാങ്ങിച്ചു വെക്കാവുന്നതാണ്. പൂജയ്ക്ക് വേണ്ടി വരുന്ന സാധനങ്ങൾ എന്ന് പറയുന്നത് ഈ ഒരു കുംഭമാണ്. അതൊരു മൊന്ത കുംഭം എന്നൊക്കെ പറയുന്ന ഒരെണ്ണം വേണം. അതേപോലെ തന്നെ 5 മാവില വേണ്ടി വരും, ഒരു തേങ്ങ വേണ്ടി വരും, അതുപോലെ ചുവന്ന പട്ട് 1-2 വേണ്ടി വരും, കുറച്ച് അരി വേണ്ടി വരും, പൂക്കൾ വേണ്ടി വരും, വെറ്റില വേണ്ടി വരും, കുങ്കുമം മഞ്ഞൾ വേണ്ടി വരും, ചന്ദനം വേണ്ടി വരും, അതേപോലെ തന്നെ വിളക്ക്, എണ്ണ, നെയ്യ് വേണ്ടി വരും, അഗർബത്തി, എന്തെങ്കിലും സാമ്പ്രാണിത്തിരി പോലുള്ളത്, പിന്നെ ദേവിക്ക് സമർപ്പിക്കാനുള്ള ഫ്രൂട്ട്സ്, അത് ഓരോ ദിവസവും പറയാം എന്താണെന്നുള്ളത്. ഇത്രയും കാര്യങ്ങളാണ് അത്യാവശ്യം നമുക്ക് വേണ്ടി വരുന്നത്. നവരാത്രിക്ക് കൂടുതൽ ആളുകളും ഫാസ്റ്റ് ചെയ്യും, വ്രതം എടുക്കാറുണ്ട്. കഠിന വ്രതം എടുക്കുന്നവർ പഴങ്ങളും പാലും സ്വാത്വിക ആഹാരങ്ങളും വെജിറ്റേറിയൻ ആയിട്ടുള്ളതിനകത്ത് സവാള, ഉള്ളി, അതേപോലെ വെളുത്തുള്ളി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളാണ് കഠിന വ്രതത്തിനകത്ത് എടുക്കുന്നത്. ഇതിലും കഠിന വ്രതത്തിൽ എടുക്കുന്നവർ വെള്ളം മാത്രം സേവിച്ച് പൂജ വ്രതം എടുക്കാറുണ്ട്. എപ്പോഴും വ്രതങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളുടെ ആരോഗ്യസ്ഥിതിയെയാണ് ഫസ്റ്റ് പരിഗണിക്കേണ്ടത്. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി വ്രതമെടുക്കുവാൻ ഉതകുന്നതല്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ രീതിയിലുള്ള കഠിനമായിട്ടുള്ള വ്രതങ്ങളൊന്നും എടുക്കാതിരിക്കുക. എല്ലാവരുടെയും സാഹചര്യങ്ങൾ അറിയുന്നവരാണ് ദൈവങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് അത്ര കഠിനമായിട്ട് എടുക്കാൻ പറ്റിയില്ല എന്ന് കരുതി ദേവിയുടെ അനുഗ്രഹം വരില്ല എന്നൊന്നുമില്ല. നിങ്ങളുടെ ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ചുള്ള രീതിയിൽ വ്രതങ്ങൾ എടുക്കുക, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് നോൺ വെജ് ഉപേക്ഷിക്കുക. അത് തന്നെ വളരെ വലിയൊരു കാര്യമാണ്. പിന്നെ നമുക്കൊരു ആഗ്രഹത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു പൂജ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നേർച്ചയൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഈ മുടിയൊക്കെ മുണ്ടനം ചെയ്യുന്നത് എന്തിനാണ്? പളനിയിലും തിരുപ്പതിയിലൊക്കെ ഭഗവാന് മുടി കിട്ടിയിട്ട് എന്തിനാണ്? അതായത് നമ്മൾക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് ത്യജിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പിറകിലുള്ള ഒരു ശാസ്ത്രം. അപ്പോൾ മുടി ഒക്കെ നമ്മൾ വെട്ടിക്കളയുക എന്ന് പറയുന്നത്, വടിക്കുക എന്ന് പറയുന്നത് നമുക്ക് അത്ര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് മുടി മുണ്ടനം ചെയ്യുക, അതല്ലെങ്കിൽ നോൺ വെജ് ഒഴിവാക്കുക, നിങ്ങൾക്ക് പ്രിയകരമായിട്ടുള്ള ഫുഡുകളൊക്കെ ഒഴിവാക്കുക എന്നൊരു രീതിയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങളെക്കൊണ്ട് എന്താണോ പറ്റുന്നത്, മുടി മുണ്ടനം, അത് ഞാൻ ഇതിനകത്തൊരു എക്സാമ്പിളായിട്ട് പറഞ്ഞാണ്, അത് ഈ സമയമായിട്ട് ബന്ധപ്പെട്ടതല്ല. അപ്പോൾ നിങ്ങൾക്ക് നോൺ വെജ് ഉപേക്ഷിക്കാൻ കഴിയുമെങ്കിൽ നോൺ വെജ് ഉപേക്ഷിക്കുന്നത് വളരെ ഉത്തമമായിരിക്കും. പിന്നീട് ഈ നവരാത്രി തുടങ്ങുന്നതിന് മുമ്പ് വേണ്ടുന്നത് സങ്കല്പമാണ്. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ഒരാഗ്രഹം സാധിക്കുവാനായിട്ട്, ചിലർക്ക് ചിലപ്പോൾ സ്പിരിച്വലി കൂടുതൽ ഒരു ലെവലിലേക്ക് എത്തുന്നതായിരിക്കാം, ചിലർക്ക് സാമ്പത്തികമായിരിക്കാം. നിങ്ങളുടെ എന്തൊരാഗ്രഹമാണോ മനസ്സിലുള്ളത് ഒരൊറ്റ സങ്കല്പം വെച്ചിട്ട് നിങ്ങൾ ഈ നവരാത്രി പൂജ എടുക്കുക. അപ്പോൾ ഇനി കലശം ഞാൻ പറഞ്ഞുതരാം.
കുംഭം. ആ കുംഭത്തിനകത്താണ് നമ്മൾ ഈ 5 മാവിൻ്റെ ഇലകൾ ഇങ്ങനെ കുംഭത്തിൻ്റെ അകത്തോട്ട് ഇറക്കി വെക്കുക. അതിൻ്റെ മുകളിലേക്ക് തേങ്ങ വെക്കുക. തേങ്ങയ്ക്ക് കുങ്കുമവും മഞ്ഞളും വെച്ചിട്ട്, അതായത് മഞ്ഞൾ കുത്തിയിട്ട് അതിന് മേളിൽ കുങ്കുമം കുത്തിയിട്ട് തിലകം ചാർത്തുക എല്ലാ സൈഡിലും. അത് കഴിഞ്ഞിട്ട് ചുവന്ന പട്ട് വെച്ചിട്ട് ആ തേങ്ങയുടെ മുകൾ ഭാഗത്തിനെ മറയ്ക്കുക. ഇതിൻ്റെ സങ്കല്പം എന്ന് പറയുന്നത് ഇതാണ് ദേവി. നവരാത്രിയിലെ 9 ദിവസങ്ങളിലും ഈ ഒരു കുംഭം അല്ലെങ്കിൽ കലശം എന്ന് പറയുന്നത് ദേവിയുടെ റെപ്രസെൻറ്റേഷനാണ്. ഈ കലശം സ്ഥാപിക്കേണ്ടത് നിങ്ങളുടെ വലത് ഭാഗത്താണ്. നിങ്ങൾ പൂജാമുറിയിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങളുടെ വലത് കൈ വരുന്ന ഭാഗത്താണ് ഈ കലശം വെക്കേണ്ടത്. അതല്ല, പൂജാമുറിയിലെ വടക്ക് കിഴക്ക് ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമാണ്. കിഴക്ക് ഭാഗത്തോ വടക്ക് കിഴക്ക് ഭാഗത്തോ വെക്കാം. കിഴക്ക് ഭാഗത്ത് വെക്കുന്നത് ഈ പൂജാവിധികളിലും എന്താ പറയുക, താന്ത്രിക കാര്യങ്ങളിലൊക്കെ വേണ്ടി ചെയ്യുന്നവരാണ് ആ ഒരു ഭാഗത്ത് വെക്കുന്നത്. സാധാരണ രീതിയിൽ അമ്മയുടെ അനുഗ്രഹം ലഭിക്കുവാനായിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ വടക്ക് കിഴക്ക്, ആ പൂജാമുറിയുടെ വടക്ക് കിഴക്ക് ഭാഗത്താണ് ഈ കലശം സ്ഥാപിക്കേണ്ടത്. കലശം ഒരിക്കലും തറയിൽ സ്ഥാപിക്കുവാൻ പാടില്ല. നിങ്ങൾക്ക് തടിയുടെ ഒരു ചെറിയ ഒരു കഷ്ണമുണ്ടെങ്കിൽ അതിന് മുകളിൽ നിങ്ങൾക്കൊരു ചുവന്ന പട്ട് വിരിച്ചിട്ട് സ്ഥാപിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ കാർഡ്ബോർഡിൻ്റെ വെച്ചിട്ടോ എന്തെങ്കിലും നിങ്ങളുടേതായ രീതിയിലൊരു അലങ്കാരം ചെയ്തെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് ഈ കലശം സ്ഥാപിക്കാവുന്നതാണ്. ഇനി ഒന്നാമത്തെ ദിവസം സെപ്റ്റംബർ 22 തൊട്ടാണ് നമ്മൾ തുടങ്ങുന്നത്. ഒന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് മാ ശൈലപുത്രിയാണ്. അന്നത്തെ ദിവസം ധരിക്കേണ്ട വസ്ത്രം വെള്ള വസ്ത്രമാണ്. അന്ന് ദേവിക്ക് സമർപ്പിക്കുന്ന നേർച്ച അല്ലെങ്കിൽ പ്രസാദം എന്ന് പറയുന്നത് നെയ്യാണ്. അത് ശുദ്ധിയുള്ള നെയ്യ്, ഒരു ചെറിയൊരു ഡബ്ബ നെയ്യ് നിങ്ങൾ ഇതിനായിട്ട് വേണ്ടി വാങ്ങിക്കുക. നിങ്ങൾ അടുക്കളയിലൊക്കെ ഉപയോഗിക്കുന്ന നെയ്യ് എടുക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ കലശം നിങ്ങൾ 21-ാം തീയതി സ്ഥാപിച്ചിട്ടില്ലെന്നുണ്ടെങ്കിൽ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് കലശം അവിടെ സ്ഥാപിക്കാവുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ദേവിക്ക് നെയ്യ് ഒരു പാത്രത്തിനകത്ത് വെച്ചിട്ട് പ്രസാദമായിട്ട് ദേവിക്ക് സമർപ്പിക്കുക. അതുപോലെ ദേവിക്ക് നിങ്ങൾക്ക് പൂജ ചെയ്യാൻ ഉപയോഗിക്കേണ്ട പുഷ്പങ്ങൾ എന്ന് പറയുന്നത് വെള്ള കളറുള്ള പുഷ്പങ്ങളാണ്. അതുപോലെ തന്നെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അഖണ്ഡ ജ്യോതി അതല്ലെങ്കിൽ ഒരിക്കലും അണയാത്ത വിളക്ക്, കിടാവിളക്ക് എന്ന് പറയത്തില്ല, അങ്ങനെ കത്തിക്കുന്നവരുമുണ്ട്. അതായത് ഈ 9 ദിവസവും നിന്ന് കത്തുന്ന രീതിയിൽ കത്തിക്കുന്ന അഖണ്ഡ ജ്യോതി ചെയ്യുന്നവരുണ്ട്. അങ്ങനെയാണ് നിങ്ങൾ വെക്കുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ വെക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് അല്ലെങ്കിൽ വിളക്കെണ്ണ ഉപയോഗിച്ച് നോർമലായിട്ടുള്ള വിളക്ക് നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. ദേവിക്ക് പൂജ ചെയ്യുമ്പോൾ ചൊല്ലേണ്ട മന്ത്രം ഓം ദേവി ശൈലപുത്രിയെ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലിയിട്ടാണ് ദേവിക്ക് വെള്ള പുഷ്പങ്ങൾ ഉപയോഗിച്ചിട്ടാണ് പൂജ ചെയ്യേണ്ടത്. ഇതിനായിട്ട് ദുർഗാദേവിയുടെ ഒരു ഫോട്ടോ എങ്കിലും നിങ്ങളുടെ പൂജാമുറിയിൽ അത്യാവശ്യം വേണ്ടുന്നതാണ്. രണ്ടാമത്തെ ദിവസം മാ ബ്രഹ്മചാരിണി എന്ന് പറയും. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ചുമന്ന വസ്ത്രങ്ങളും ചുമന്ന പുഷ്പങ്ങളുമാണ് ഉപയോഗിക്കുന്നത്. ഇന്നത്തെ ഭോഗ് അല്ലെങ്കിൽ പ്രസാദമായി നേദിക്കുന്നത് പഞ്ചസാരയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള പഴങ്ങളുമാണ്. പൂജ ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ദേവിക്ക് പഞ്ചസാര സമർപ്പിക്കാം. അതിനുശേഷം എന്നത്തെയും പോലെ വിളക്ക് കത്തിച്ച് ഈ ചന്ദനത്തിരികളൊക്കെ കത്തിച്ച് വെച്ചിട്ട് ദേവിയുടെ സ്റ്റാച്യു അല്ലെങ്കിൽ ദേവിയുടെ ഐഡിയൽ അല്ലെങ്കിൽ പ്രതിഷ്ഠയുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാല് കൊണ്ടും തൈര് കൊണ്ടും തേൻ കൊണ്ടും അഭിഷേകം നടത്താവുന്നതാണ്. ദേവിയുടെ ഫോട്ടോ മാത്രമാണ് ഉള്ളതെന്നുണ്ടെങ്കിൽ വിളക്ക് കത്തിച്ച് സാമ്പ്രാണി തിരികെ കത്തിച്ച് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ പഞ്ചസാര നൈവേദ്യമായിട്ട് വെച്ച് നിങ്ങൾക്ക് ഓം ദേവി ബ്രഹ്മചാരിണിയെ നമഃ എന്ന മന്ത്രം ചൊല്ലി ദേവിക്ക് അർച്ചിക്കാവുന്നതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. 11, 21, 48 അല്ലെങ്കിൽ 51, 108 എന്നുള്ള രീതിയിലാണ് നിങ്ങൾക്ക് അർപ്പിക്കാവുന്നതാണ് മന്ത്രങ്ങൾ ചൊല്ലാവുന്നതും. മൂന്നാമത്തെ ദിവസം എന്ന് പറയുന്നത് മാ ചന്ദ്രഗന്ധ എന്ന് പറയുന്നതാണ്. അന്നത്തെ ദിവസം റോയൽ ബ്ലൂ കളറാണുള്ളത്. അന്ന് നമ്മൾ സമർപ്പിക്കുന്ന നമ്മുടെ സേമിയ പായസം എന്ന് പറയും, ഖീർ, മിൽക്ക് പുഡിംഗ് എന്നൊക്കെ പറയും. സേമിയ പായസം അതാണ് പ്രസാദമായിട്ട് വെക്കേണ്ടത്. ദേവിക്ക് പ്രസാദമായിട്ട് ഖീർ അല്ലെങ്കിൽ സേമിയ പായസം വെച്ചിട്ട് ചുമന്ന പുഷ്പങ്ങൾ കൊണ്ടുള്ള അർച്ചനകൾ നടത്താം. ആരതിയുടെ സമയം അത്യാവശ്യമായിട്ടും ബെല്ലടിച്ച് അല്ലെങ്കിൽ നമ്മുടെ മണി അടിച്ചിട്ട് വേണം ആരതി ഇന്നത്തെ ദിവസം ചെയ്യുവാനായിട്ട്. അതേപോലെ ഇന്നത്തെ ദിവസം ദുർഗാ ചാലിസ നിങ്ങൾക്ക് ചൊല്ലാവുന്നതോ അതല്ലെങ്കിൽ കേൾക്കാവുന്നതോ ആണ്. ഓം ദേവി ചന്ദ്രഗന്ധായേ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലിക്കൊണ്ടാണ് നിങ്ങൾ പുഷ്പങ്ങൾ അർപ്പിച്ച് പൂജ ചെയ്യേണ്ടത്. നാലാമത്തെ ദിവസം എന്ന് പറയുന്നത് മാ കൂഷ്മുണ്ട എന്ന് പറയുന്നതാണ്. മഞ്ഞ നിറത്തിലുള്ള ഡ്രസ്സാണ്. ഇന്നത്തെ പ്രസാദം വെക്കുന്നത് സ്വീറ്റ് പാൻ കേക്ക് എന്നൊക്കെ പറയുന്ന പോലെ, അതിനെന്താ പറയുന്നത്, നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ ആണെങ്കിൽ മാൽപോവ എന്ന് പറയും. നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നമുക്ക് ചക്കര പൊങ്കൽ, സ്വീറ്റ് പൊങ്കൽ, അതല്ലെങ്കിൽ പാൽപ്പായസം നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്.
അതേപോലെ തന്നെ മഞ്ഞ പുഷ്പങ്ങൾ കൊണ്ടുള്ള പൂജയും കുങ്കുമം നിങ്ങൾ ദേവിക്ക് അഭിഷേകമായിട്ട് ചെയ്യുക. അതല്ലെന്നുണ്ടെങ്കിൽ ദേവിയുടെ ഫോട്ടോയിൽ ഒരു കുങ്കുമത്തിൻ്റെ തിലകം ചാർത്താവുന്നതുമാണ്. ദേവിക്ക് വിളക്ക് സമർപ്പിക്കുക, വിളക്ക് കത്തിക്കുക. അതുപോലെ 108 മാ ദുർഗയുടെ 108 നാമങ്ങൾ ഉരുവിടാവുന്നതാണ്. ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി കൂഷ്മാണ്ഡിയെ നമഃ എന്നുള്ള മന്ത്രമാണ് നിങ്ങൾക്ക് ഉരുവിടേണ്ടത്. 5-ാമത്തെ ദിവസം എന്ന് പറയുന്നത് മാ സ്കന്ദമാതയാണ്. ഇന്നത്തെ ദിവസം പച്ച നിറമാണ്. അതേപോലെ ഇന്ന് കൊടുക്കുന്ന ഓഫറിങ് അല്ലെങ്കിൽ ദേവിക്ക് കൊടുക്കുന്ന പ്രസാദം എന്ന് പറയുന്നത് പഴമാണ്. ഇന്ന് പൂജയ്ക്ക് എടുക്കുന്നത് മഞ്ഞ പുഷ്പങ്ങളാണ്. അതേപോലെ ദേവിക്ക് പഴങ്ങൾ സമർപ്പിക്കുക. ഇന്നത്തെ ദിവസം സ്കന്ദമാത ആയതുകൊണ്ട് തന്നെ ദേവിയുടെ സൈഡിൽ മുരുക ഭഗവാന്റെ അല്ലെങ്കിൽ കാർത്തികേയൻ്റെ ഒരു ഫോട്ടോ കൂടി വെക്കേണ്ടതാണ്. പുഷ്പാഞ്ജലി പുഷ്പങ്ങൾ അർപ്പിച്ച് തന്നെ നിങ്ങൾക്ക് പൂജ ചെയ്യാം. ഓം ദേവി സ്കന്ദമാതായേ നമഃ എന്ന മന്ത്രം ഉപയോഗിക്കാവുന്നതാണ്. 6-ാമത്തെ ദിവസം മാ കാത്യായനിയാണ്. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് ഗ്രേ കളറാണ്. ഇന്ന് ദേവിക്ക് സമർപ്പിക്കുന്നത് തേനാണ്. അതേപോലെ ഇന്നത്തെ പുഷ്പങ്ങൾ ചുവന്ന പുഷ്പങ്ങളാണ് എടുക്കുന്നത്. ഇന്ന് നോർത്ത് ഇന്ത്യൻ സൈഡിലൊക്കെ ആണെങ്കിൽ കുമാരി പൂജയും കൂടെ ചെയ്യും. അതായത് ഒരു ചെറിയ 10-11 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികളെ ദേവിയായിട്ട് സങ്കല്പിച്ച് കുമാരി പൂജ ചെയ്യാറുണ്ട്. ഇന്നത്തെ ദിവസം 16 വിളക്കുകൾ ചിരാത് വിളക്കുകൾ നിങ്ങൾക്ക് കത്തിക്കാവുന്നതാണ്. ഷോഡശോപചാര പൂജയിൽ ചെയ്യുന്ന രീതിയാണത്. ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി കാത്യായനിയെ നമഃ എന്നുള്ള മന്ത്രമാണ് ചൊല്ലേണ്ടത്. ഇന്നത്തെ ദിവസത്തെ പൂജ കൊണ്ട് നിങ്ങളുടെ ലൈഫിലെ എല്ലാ രീതിയിലുള്ള തടസ്സങ്ങളും മാറി നിങ്ങൾക്കൊരു മനോബലവും നിങ്ങൾ ആഗ്രഹിക്കുന്ന അനുഗ്രഹങ്ങളൊക്കെ അതേപോലെ തന്നെ കുടുംബജീവിതത്തിലെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. 7-ാമത്തെ ദിവസം എന്ന് പറയുന്നത് മാ കാൽരാത്രി എന്ന് പറയുന്നതാണ്. ഇന്നത്തെ ദിവസം ഓറഞ്ച് കളറാണ്. ദേവിക്ക് കൊടുക്കുന്ന പ്രസാദം ജാഗരി അല്ലെങ്കിൽ ശർക്കരയാണ്. ദേവിക്ക് ശർക്കര നേരിച്ച് അതേപോലെ തന്നെ എള്ളെണ്ണയിലാണ് ഇന്നത്തെ വിളക്ക് കത്തിക്കേണ്ടത്. ഇന്നത്തെ ദിവസം ദുർഗാ സപ്തശാതി ചൊല്ലുന്നത് നല്ലതാണ്. അതേപോലെ മഹാമൃത്യുഞ്ജയ മന്ത്രവും ചൊല്ലുന്നത് പ്രൊട്ടക്ഷന് വളരെയധികം നല്ലതാണ്. ഓം ദേവി കാലരാത്രി നമഃ എന്നുള്ളതാണ് ഇന്നത്തെ മന്ത്രം. ഇന്നത്തെ ദിവസത്തെ പൂജ കൊണ്ട് നിങ്ങളുടെ മനസ്സിലെ ഭയങ്ങളും നിങ്ങളുടെ ജീവിതത്തിലുള്ള നെഗറ്റീവായിട്ടുള്ള വ്യക്തികൾ അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എനർജികളെയും ഒക്കെ തന്നെ മാറ്റിത്തരുന്നതായിരിക്കും. 8-ാമത്തെ ദിവസം എന്ന് പറയുന്നത് മാ മഹാഗൗരിയാണ്. ഇന്നത്തെ ദിവസത്തെ കളർ എന്ന് പറയുന്നത് പീക്കോക്ക് ഗ്രീൻ ആണ്. ഇന്നത്തെ ഓഫറിംഗ് എന്ന് പറയുന്നത് കോക്കനട്ട് അല്ലെങ്കിൽ തേങ്ങയാണ്. ഇന്നത്തെ ദിവസം ദേവിക്ക് തേങ്ങ പ്രസാദമായിട്ട് സമർപ്പിച്ച് താമരയുടെ പൂക്കളും സമർപ്പിക്കുക. അതുപോലെ സിന്ദൂരം കൊണ്ടുള്ള പൂജ ചെയ്യുക. അതായത് ഫോട്ടോയിൽ സിന്ദൂരം വെച്ചിട്ടൊരു തിലകം ചാർത്തുക. മാ ഗൗരി സ്തോത്രം ചൊല്ലുന്നതോ അതല്ലെങ്കിൽ കേൾക്കുന്നതോ നല്ലതാണ്. മഹാഗൗരി സ്തോത്രം. ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ദേവി മഹാഗൗരിയെ നമഃ എന്നുള്ള മന്ത്രമാണ്. ഇന്നത്തെ പൂജ കൊണ്ടിട്ട് നിങ്ങളുടെ മനസ്സിനും ശരീരത്തിനും അതേപോലെ നിങ്ങളുടെ ജീവിതത്തിനും എല്ലാം ഒരു ശുദ്ധിയും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ തന്നെ ഒരു ക്ഷമയും സമാധാനവും ലഭിക്കുന്നതായിരിക്കും. 9-ാമത്തെ ദിവസം മാ സിദ്ധിദാത്രിയാണ്. ഇന്നത്തെ ദിവസം പർപ്പിൾ കളറാണ്. ഇന്ന് നമ്മൾ ഓഫറിങ് അതല്ലെങ്കിൽ ദേവിക്ക് സമർപ്പിക്കുന്നത് എള്ളാണ്. അതേപോലെ തന്നെ എള്ള് സമർപ്പിച്ച് പർപ്പിൾ കളറിലുള്ള പൂക്കളുണ്ടെന്നുണ്ടെങ്കിൽ വയലറ്റ് പോലെ ഇരിക്കുന്ന പൂക്കളുണ്ടെങ്കിൽ അത്രയും ഉത്തമമാണ്. അതല്ലെങ്കിൽ വെള്ള കളറിലുള്ള പൂക്കൾ നിങ്ങൾക്ക് സമർപ്പിക്കാവുന്നതാണ്. ഇന്നത്തെ ദിവസം നോർമലി വീട്ടിൽ ഹോമം ചെയ്യാറുണ്ട്. നെയ്യ് ഒഴിച്ച് എള്ളിട്ട് ഹോമം ചെയ്യുന്നത് നല്ലതാണ്. അതിനുള്ള ആ ഒരു രീതികളൊന്നും ഇല്ലാത്തവർക്ക് സാധാ രീതിയിൽ വിളക്ക് കത്തിച്ച് പൂജ ചെയ്യാവുന്നതാണ്. ഇന്നത്തെ ദിവസം നമ്മൾ നവരാത്രി സമാപന ദിവസമായതുകൊണ്ട് തന്നെ മഹാ ആരതി ചെയ്ത് നല്ലതുപോലെ ദേവിക്ക് ആരതി അതായത് കർപ്പൂരവും വിളക്കും വെച്ചിട്ടുള്ള ആരതി ചെയ്തെടുത്തിട്ട് ഓം ദേവി സിദ്ധിദാത്രിയെ നമഃ എന്നുള്ള മന്ത്രം ചൊല്ലി ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് അവസാനിപ്പിക്കാവുന്നതാണ്. ഇന്നേ ദിവസത്തെ പൂജ കൊണ്ട് നിങ്ങൾ സ്പിരിച്വലി എന്തെങ്കിലും ഒരു ലെവലിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ മുന്നിലേക്ക് അതിനുള്ള വഴി തുറക്കപ്പെടുകയും അതേപോലെ തന്നെ ദേവിയുടെ ഒരു അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നവർക്ക് ദേവിയുടെ അനുഗ്രഹം സിദ്ധിക്കുകയും ചെയ്യുന്നതാണ്. ഞാൻ ഓരോ ദിവസത്തെയും ബ്ലെസ്സിങ്സ് അല്ലെങ്കിൽ എന്ത് അനുഗ്രഹമാണ് അല്ലെങ്കിൽ എന്തിനു വേണ്ടിയിട്ടാണ് ആ ഒരു പൂജ ചെയ്യുന്നത് എന്നുള്ളത് ഞാൻ മിസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ 1-ാമത്തെ ദിവസം എന്ന് പറയുന്നത് ജീവിതത്തിനൊരു സ്റ്റെബിലിറ്റിയും ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറി നല്ലൊരു ആരോഗ്യം ലഭിക്കുന്നതിനും വേണ്ടിയിട്ടാണ് 1-ാമത്തെ ദിവസം ശൈലപുത്രിയുടെ പൂജ ചെയ്യുന്നത്. 2-ാമത്തെ ദിവസം ബ്രഹ്മചാരിണിയുടെ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷമയും അതേപോലെ നിങ്ങളുടെ മനസ്സിൻ്റെ ബലവും കൂടുതലായിട്ട് കിട്ടുന്നതായിരിക്കും. 3-ാമത്തെ ദിവസത്തെ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിന്നുള്ള എല്ലാ നെഗറ്റീവായിട്ടുള്ള എനർജികളെയും നെഗറ്റീവായിട്ടുള്ള സിറ്റുവേഷനെയൊക്കെ മാറ്റി സമാധാനവും സന്തോഷവും ലഭിക്കുന്നതാണ്.
4-ാമത്തെ ദിവസത്തെ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ സാമ്പത്തിക ഉയർച്ച വരുന്നതായിരിക്കും. 5-ാമത്തെ ദിവസത്തെ പൂജ കൊണ്ട് കുടുംബത്തിലെ സന്തോഷവും അഭിവൃദ്ധിയും, അതേപോലെ സ്ത്രീകൾ അമ്മമാരായിട്ടുള്ളവർക്ക് അവരുടെ ആരോഗ്യം, അവരുടെ സന്തോഷവും സമാധാനവും ഒക്കെ ലഭിക്കുന്നതായിരിക്കും. 6-ാമത്തെ ദിവസത്തെ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലെ എല്ലാ തടസ്സങ്ങളും ഒഴിഞ്ഞു മാറുന്നതായിരിക്കും. 7-ാമത്തെ ദിവസത്തെ പൂജ കൊണ്ടിട്ട് നിങ്ങളുടെ മനസ്സിലെ ഭയവും നിങ്ങളുടെ ജീവിതത്തിലുള്ള ഈവിളായിട്ടുള്ള നെഗറ്റീവായിട്ടുള്ള എല്ലാ ശക്തികളും ഒഴിഞ്ഞു പോകുന്നതായിരിക്കും. 8-ാമത്തെ ദിവസത്തെ പൂജ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിലേക്ക് ക്ഷമയും സമാധാനവും വന്നു കയറുന്നതായിരിക്കും. 9-ാമത്തെ ദിവസത്തെ പൂജ കൊണ്ട് നിങ്ങൾക്ക് ദേവിയുടെ അനുഗ്രഹം ലഭിക്കുന്നതായിരിക്കും. 10-ാമത്തെ ദിവസം എന്ന് പറയുന്നതാണ് വിജയദശമി. ഇന്നത്തെ ദിവസമാണ് ദേവിയുടെ വിഗ്രഹം വെച്ചിട്ട് പൂജ ചെയ്യുന്നവർ വിസർജനം, അതായത് നമ്മൾ വിനായക ചതുർത്ഥിക്കൊക്കെ ചെയ്യുന്നത് പോലെ തന്നെ ദേവിയുടെ ആയിട്ടിൽ കൊണ്ടുപോയിട്ട് വിസർജനം ചെയ്യുന്ന ദിവസമാണ് ഈ 10-ാമത്തെ ദിവസം. അപ്പോൾ ഈ കലശം നമ്മൾ എന്താണ് ചെയ്യണത്? ഇപ്പോൾ ദേവിയുടെ വിഗ്രഹമല്ല വെച്ചിരിക്കുന്നത്, കലശം വെച്ചിട്ടാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ കലശമാണ് വിസർജനം ചെയ്യുന്നത്. അതിനായിട്ട് 10-ാമത്തെ ദിവസം ഈ കലശത്തിനെ നിങ്ങൾ ആരതി ചെയ്ത് മാ ദുർഗാദേവിയോട് നിങ്ങൾ പ്രാർത്ഥിച്ച് ദേവിയുടെ അനുഗ്രഹം ഇവിടെ നിലനിർത്തിക്കൊണ്ട് അതായത് ദേവി തിരിച്ചു പോകുന്നതായിട്ടാണ് സങ്കല്പം. അപ്പോൾ ദേവി തിരിച്ചു പോകുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിലും നിങ്ങളിലും ആ ഒരു അനുഗ്രഹം നിലനിർത്തിയിട്ട് തിരിച്ചു പോകണേ എന്ന രീതിയിൽ പ്രാർത്ഥിച്ചുകൊണ്ട് ആ കലശത്തിൻ്റെ മുകളിലുള്ള ചുവന്ന പട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിൻ്റെ എൻട്രൻസിൽ എവിടെയെങ്കിലും കെട്ടിവെക്കാവുന്നതാണ്. പിന്നെയുള്ളത് തേങ്ങ എന്ന് പറയുന്നത് അത് വളരെയധികം ഓസ്പീഷ്യസ് ആയതുകൊണ്ട് തന്നെ അതിനെ നിങ്ങൾക്ക് പൊട്ടിച്ചിട്ട് പ്രസാദമായിട്ട് തന്നെ കഴിക്കുക. അതെങ്ങും ഇട്ട് ചവിട്ടി തേക്കുവാനോ ഒന്നും പാടില്ല, കറികൾക്കൊന്നും ഉപയോഗിക്കാതിരിക്കുക. അല്ലെന്നുണ്ടെങ്കിൽ പൊങ്കാല പോലെ ഇട്ടിട്ട് ആ പൊങ്കാലയ്ക്ക് ഈ തേങ്ങ ഉപയോഗിക്കാവുന്നതാണ്. അത് കഴിഞ്ഞാൽ മാവിലകൾ എന്ന് പറയുന്നത് നമ്മളുടെ വീട്ടിലെ തുളസിത്തറയുണ്ടെങ്കിൽ തുളസിത്തറയിൽ കുഴിച്ചിടുക. അതല്ലെങ്കിൽ ആരും ചവിട്ടാത്തതോ വേസ്റ്റ് ആയിട്ടുള്ളതോ ഒന്നും ഇടാത്തതോ ആയിട്ടുള്ള ഏതെങ്കിലും ഒരു മരത്തിൻ്റെയോ ചെടിയുടെയോ മൂട്ടിൽ നിങ്ങൾക്ക് കുഴിച്ചിടാം. അതല്ലെന്നുണ്ടെങ്കിൽ വീടിൻ്റെ എൻട്രൻസിൽ നിങ്ങൾക്കിത് തൂക്കിയിടാവുന്നതാണ്. പിന്നെ കലശത്തിനകത്തുള്ള വെള്ളമാണ്. ഈ കലശത്തിനകത്തെ വെള്ളം എന്ന് പറയുന്നത് ദേവിയുടെ അനുഗ്രഹമുള്ള വെള്ളമായതുകൊണ്ട് തന്നെ അത് വളരെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള വെള്ളമാണ്. ആ വെള്ളം നമ്മൾ ഡൈല്യൂട്ട് ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. ഈ വെള്ളം നിങ്ങൾക്കൊരു കുപ്പിയിലോ മറ്റോ സ്റ്റോർ ചെയ്ത് പൂജാമുറിയിൽ വെക്കാം. ഇപ്പോൾ ഒരു പാത്രത്തിനകത്ത് കുറച്ച് വെള്ളം എടുത്തിട്ട് നമ്മളുടെ ഈ കലശത്തിലെ വെള്ളത്തിൽ നിന്ന് 2-3 ഡ്രോപ്പ് അതിനകത്ത് ഒഴിച്ച് ആ വെള്ളം നിങ്ങൾക്ക് വീടിനുള്ളിലും വീടിന് പുറമേ എല്ലാം തളിച്ച് ശുദ്ധിയാക്കാവുന്നതാണ്. അതേപോലെ ഈ കലശത്തിലിരിക്കുന്ന വെള്ളം നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും പുണ്യാഹം പോലെ ഉപയോഗിച്ച് വീടിന് തളിക്കാവുന്നതാണ്. ഇതെങ്ങും ചവിട്ടി തേക്കുകയോ വേസ്റ്റാക്കി കളയുകയോ ചെയ്യാതിരിക്കുക. ഇത് നിങ്ങൾക്ക് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീട്ടിലെ തുളസിത്തറയിൽ ഒഴിക്കാവുന്നതാണ്. പിന്നെ ഈ 9 ദിവസത്തെ പൂജയിൽ നവധാന്യങ്ങൾ വെക്കുന്നതും വളരെയധികം നല്ലൊരു കാര്യമാണ്. പൂജാമുറിയിൽ ചെറിയ ബൗളിനകത്ത് നവധാന്യങ്ങൾ വെക്കാം, അല്ലെങ്കിൽ അക്ഷതം വെക്കാം. അതായത് വെറും പച്ചരി ഒരു പാത്രത്തിനകത്ത് വെക്കുന്നതൊക്കെ തന്നെ ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം കൂടി കിട്ടുവാൻ സഹായിക്കുന്നതാണ്. കാര്യം ഞാൻ പറയുവാനായിട്ട് വിട്ടുപോയിട്ടുണ്ട്. നിങ്ങൾ ഇന്നത്തെ ദിവസം നവധാന്യങ്ങൾ അല്ലെങ്കിൽ അരി അക്ഷതം വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ കലശത്തിൻ്റെ മുകളിലിരിക്കുന്ന ചുവന്ന പട്ടെടുക്കുമ്പോൾ ആ ചുവന്ന പട്ടിനകത്ത് ഇതിട്ട് കെട്ടിയിട്ട് ആ പട്ട് നിങ്ങൾക്ക് വീടിൻ്റെ എൻട്രൻസിൽ തൂക്കിയിടാവുന്നതാണ്. അത് ഞാൻ പറയുവാൻ വിട്ടുപോയതാണ്, സോറി. ഇത്രയുമാണ് നോർമലായിട്ടുള്ളൊരു നവരാത്രി പൂജ. ഞാനിതെല്ലാം കൂടെ ചേർത്ത് ഒരുമിച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടി ടൈമുള്ള വീഡിയോ ആണ്. പിന്നെ പെട്ടെന്ന് എടുക്കുന്നൊരു വീഡിയോ ആയതുകൊണ്ട് തന്നെ നിങ്ങൾ 1-2 വട്ടം ശ്രദ്ധിച്ച് കേട്ടതിന് ശേഷം വേണം ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഇപ്രാവശ്യത്തെ നവരാത്രി എടുക്കും എന്ന് വിചാരിക്കുന്നു. താങ്ക് യു.